പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മാർത്തോമാ സഭ. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള തീരുമാനം നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പറഞ്ഞു. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയാണെന്നും വിമർശനം. പത്തനംതിട്ടയിൽ മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. കഴിഞ്ഞ പൊതു സംവത്സരത്തിൽ കേരളം കുടിച്ചു തീർത്തത് അനേക കോടികളുടെ മദ്യമാണ്. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? മലയാളിയുടെ മാനസികാരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാലക്കാട്ട് ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ. ലഹരിക്ക് എതിരായ പോരാട്ടങ്ങളിൽ ഇതര സമുദായങ്ങളുമായി കൈകോർക്കുവാൻ നമുക്കിടയാവുന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിൽ ഒന്നാണിത്. എന്തൊക്കെ കാര്യങ്ങളാണ് മെത്രാപ്പൊലീത്ത പറഞ്ഞത്? മാർത്തോമാ സഭ അടക്കമുള്ള ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് വിരുദ്ധമായൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് മുൻപും വ്യക്തമായതാണ്. പക്ഷേ ഇപ്പോൾ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത നേരിട്ട് തന്നെ മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന വേദിയിൽ സർക്കാരിനെ തുറന്നു വിമർശിച്ചിരിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെ മദ്യമാണ്. അതുകൊണ്ട് അവർ ഈ മദ്യാസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. പാലക്കാട്ടെ ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ തീരുമാനം ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഇതര സമുദായ സംഘടനകൾ ചേർന്ന് ഒത്തൊരുമിച്ച് പോരാടണമെന്നൊരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന ആ ഒരു വേദിയിലാണ്, സദസ്സിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് മെത്രാപ്പൊലീത്ത ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ശരി, വിവിധ വിഷയങ്ങളിൽ മെത്രാപ്പൊലീത്ത പ്രതികരണം നടത്തിയിട്ടുണ്ട്. ചൂരൽമല ദുരന്തം സമയബന്ധിതമായി കർമ്മപദ്ധതി പൂർത്തിയാക്കണം, സർക്കാർ ഇച്ഛാശക്തി കാണിക്കണം തുടങ്ങി വിവിധ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പമാണ് ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.